ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ലിപ്സ്റ്റിക്കെല്ലാം ഉപയോഗിക്കുന്നവർക്ക് ഇനി ലിപ്സ്റ്റിക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നാച്ചുറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിനെ കൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ചുണ്ടിന് നല്ല കളർ, അതായത് നല്ല റെഡ് കളർ ലിപ്സ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മാത്രമല്ല, നമ്മുടെ ചുണ്ടുകളിൽ വരുന്ന പൊട്ടൽ, അതുപോലെ ഡ്രൈ ആയിട്ട് പൊട്ടുന്നതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് തേനാണ്. തേനിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടുകൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം ചെയ്യുകയാണെന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള റെഡ് കളർ ലിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചുണ്ടുകളിലുള്ള ഡെഡ് സെൽസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മുടെ ചുണ്ട് നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടിഷ്യൂ എടുത്തിട്ട് ഒന്ന് തുടച്ച് കളയുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ ചുണ്ടിൻ്റെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം, അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അത് പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. ഇനി ഓറഞ്ച് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങേൻ്റെ ജ്യൂസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. വിറ്റാമിൻ സി വേണം, അതാണ് മെയിൻ. അപ്പോൾ അതിലേക്ക് ഞാൻ ആൽമണ്ടിൻ്റെ ഓയിലാണ് എടുക്കുന്നത്. ആൽമണ്ട് ഓയിൽ 1/2 ടീസ്പൂൺ കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നമ്മൾ മസാജിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മിക്സും കൂടി നമ്മളെ ചുണ്ടിലേക്ക് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നല്ലോണം സോഫ്റ്റായിട്ട് വീണ്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ലിപ് ബാം തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ, ഡെയിലി ചെയ്തിട്ടില്ലെങ്കിലും സ്ക്രബിങ് ഡെയിലി ചെയ്യേണ്ട, ഈ മസാജിങ് ഡെയിലി ചെയ്താൽ മതി. സ്ക്രബിങ് ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ബാക്കി ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള റെഡ് കളർ ലിപ്സ് കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ ഇനി ഇത് മസാജ് ചെയ്തതിന് ശേഷം ഇതും നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് തുടച്ച് കളയാം. ഒന്നും കഴുകിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതും തുടച്ച് കളയാം. പിന്നെ ഞാൻ ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന ഈ ഒരു വീഡിയോ, അതായത് ഈ ലിപ് ബാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. ഇത് കുറേ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇത് അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വീണ്ടും ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്ത് അതെടുത്ത് കാണേണ്ട ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് ലിപ് ബാം തയ്യാറാക്കുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോ ജോയിൻ ചെയ്യുന്നത്. അതിനാദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ട് ഞാൻ ചിരണ്ടി എടുത്തതാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ നീരാണ് വേണ്ടത്. ഒട്ടും തന്നെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ഫ്രഷ് നീര് മാത്രമാണ് നമുക്ക് വേണ്ടത്. കാരണം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഈ ലിപ് ബാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് കേടായിപ്പോൾ ഇത് നമുക്ക് ഒരു മാസത്തിൻ്റെ മേലെയല്ലേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ 1 മാസത്തിൻ്റെ മേലെയല്ലേ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഫ്രിഡ്ജിലും വെക്കാം, പുറത്തും വെക്കാം. പക്ഷെ പുറത്ത് വെച്ചാൽ ഒരു സ്മെല്ലിനൊരു ഡിഫറൻസ് വരും. അതിൽ നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നീര് വീണ്ടും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിലൊത്ത് എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഇട്ടിട്ട് നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കാൻ പാടില്ല. ഫ്രഷ് ജ്യൂസ് തന്നെ പിഴിഞ്ഞെടുക്കണം. ഇനി ഇത് ഇത്രയും ജ്യൂസാണ് എനിക്ക് കിട്ടിയത്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ മുന്നേ ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിലുള്ള എല്ലാ വാട്ടർ കണ്ടൻറ്റും ഇല്ലാണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്കിപ്പോൾ 1 കപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നല്ലോണം ഇതേപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം കേട്ടോ. ചെയ്തെടുക്കുന്ന സമയത്ത് അതൊരു 1/4 കപ്പിൻ്റെ മേലെ മാത്രമേ നമുക്ക് കിട്ടൂ. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാനിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ വിട്ട് വരുന്ന പരുവാകുന്ന സമയത്ത് നമുക്ക് ബീട്രൂട്ട് ഓഫ് ചെയ്യുക. നമ്മളൊരു കുറച്ച് സമയം ഒന്ന് ചൂടാക്കി എടുക്കലല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് ബീട്രൂട്ടിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയിട്ട് അതിൻ്റെ കുറച്ച് കട്ടിയുള്ളൊരു ജ്യൂസ് കിട്ടണം. നല്ല കട്ടിയായിട്ട് വരുമെന്നില്ല, നമ്മളെ പാനിൽ നിന്ന് വരുന്ന പരുവം. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്കത് ഒഴിവാക്കാം. ഇനി അടുത്ത നമുക്ക് വേണ്ടത്, പിന്നെ ആ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഗീ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗീ സാധാരണ പശു നെയ്യ് ഉണ്ടല്ലോ, പശു നെയ്യാണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ ഒരു ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബീട്രൂട്ട് ജ്യൂസിലേക്ക് നമ്മുടെ ഗീ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഗീ നമ്മൾ ഇതിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും മിക്സായി കിട്ടില്ല കേട്ടോ. നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലയെന്നാണെങ്കിൽ കുറച്ച് സമയം സ്പൂണ് നല്ലോണം ബീറ്റ് ചെയ്തെടുത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഗീയും ഈ ജ്യൂസും നന്നായി മിക്സായി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം സെറ്റായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ടും നന്നായിട്ട് ഒരുമിച്ചാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ ഗീ ആ ജ്യൂസിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആവും.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ഞാനിത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമ്മൾ വെച്ചാലുണ്ടല്ലോ ഇത് നല്ലോണം സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ വേണം നമ്മളിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ കയ്യിൽ വെള്ളമുള്ള കൈ ഉപയോഗിച്ചിട്ട് തൊട്ടിട്ടൊന്നും ഇത് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് പൂപ്പൽ കെട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും ഡ്രൈ ആയിട്ടുള്ള വിരലുകൾ ഉപയോഗിച്ചിട്ട് മാത്രമേ ഇത് തൊട്ടിട്ട് നമ്മുടെ ലിപ്പിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പിന്നെ നല്ല രസമുള്ള ഒരു കളർ ലിപ്പാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ലിപ്സ്റ്റിക് ഉപയോഗിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 24 മണിക്കൂർ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. 24 മണിക്കൂർ കൊണ്ട് നല്ലോണം സെറ്റായിട്ടുണ്ടാവും. അത്രയൊന്നും സമയം വേണ്ട ശരിക്കും, പക്ഷേ 24 മണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് പുറത്ത് വേണമെങ്കിലും വെച്ചാൽ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞ രീതിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ലിപ് ബാം ഇങ്ങനെയാണ് ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 6 മണിക്കൂറിന് ശേഷം എടുത്തപ്പോൾ ഇതിങ്ങനെയാണ് ഉള്ളത്. അതായത് ഭയങ്കര കട്ടിയിലല്ല ഉണ്ടാകുക കേട്ടോ, ചെറിയൊരു സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക, എന്നാലും ഒരു കട്ടി ഉണ്ടാവും. ആ ഒരു രീതിക്കാണ് ഉണ്ടാകുക. നിങ്ങൾ ഭയങ്കര നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ലിപ്സ്റ്റിക് പോലെ അല്ല ഹാർഡായിട്ടുള്ള ലിപ്സ്റ്റിക് ആണെന്ന് വിചാരിക്കരുത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആയിരിക്കും. ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ചുണ്ടിലേക്ക് ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദിവസവും നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ചുണ്ടിൽ വരുന്ന ഡിഫറൻസ് മനസ്സിലാവും. അതുപോലെ ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം ചെയ്യുക. ആഴ്ചയിൽ 2 മാത്രം സ്ക്രബും ബാക്കി എല്ലാ ദിവസവും ഈ ലിപ് ബാം ഉപയോഗിക്കുന്നതിന് മുന്നേ ലിപ്പ് ഒന്ന് മസാജ് ചെയ്ത് തുടച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇടുക. മസാജ് ചെയ്ത് തുടച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പ് ഒരിക്കലും ഡ്രൈ ആവില്ല. അതിന് വേണ്ടിയിട്ടാണ്. അതെപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. രാവിലെ രാത്രിയൊക്കെ നിങ്ങൾക്ക് ആ ഒരു മസാജിങ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതിനുശേഷം ഈ ലിപ് ബാം ഉപയോഗിച്ചിട്ട് രാത്രി ദിവസവും നിങ്ങൾ കിടക്കുക. പെർമനൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു കളർ ലിപ്പ് നിങ്ങൾക്ക് കിട്ടും. ഏകദേശം ഈ ഒരു കളറാണ് കേട്ടോ നിങ്ങളുടെ ലിപ്സിന് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.